മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും. കഴിഞ്ഞ വർഷത്തെ മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി മത്സരിക്കുന്ന 160 സിനിമകളിൽ 84 എണ്ണം പുതുമുഖ സംവിധായകരുടേതാണ് എന്നതും ശ്രദ്ധേയമാണ്. പുതുമുഖ നടന്മാരും മികച്ച നടനുള്ള മത്സര രംഗത്തുണ്ട്. ഈ മാസം 20-നുള്ളിൽ അവാർഡ് പ്രഖ്യാപിക്കാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. 160 സിനിമകളാണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി മത്സരിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ കുറവുള്ള ഇത്തവണ മമ്മൂട്ടിയുടെ 2 സിനിമകളും മോഹൻലാലിന്റെ 1 സിനിമയുമാണുള്ളത്. ജിയോ ബിബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ, റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ. ഈ 2 ചിത്രങ്ങളും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാതൽ ദി കോറിലെ വിസ്മയിപ്പിക്കുന്ന അഭിനയ പ്രകടനമാണ് മമ്മൂട്ടിക്ക് 10ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുക്കുമെന്ന പ്രതീക്ഷ നൽകുന്നത്. ജിത്തു ജോസഫിന്റെ കോർട്ട് റൂം ഡ്രാമയായ നേരാണ് മോഹൻലാലിന്റേതായി മത്സര രംഗത്തുള്ളത്. ഏതാണ്ട് 10 വർഷത്തോളം പ്രയത്നിച്ച് നിർമ്മിച്ച ബ്ലസ്സിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ആടുജീവിതത്തിലെ പ്രകടനമാണ് പൃഥ്വിരാജിനെ മത്സരത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ, ഉർവശിയും പാർവതി തിരുവോത്തും മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്നിവയും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി എത്തിയിട്ടുണ്ട്. ജൂറിയുടെ ആദ്യഘട്ട അവാർഡ് നിർണയ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. മത്സരത്തിനുള്ള ആകെ സിനിമകളിൽ നിന്നും 30% രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 2 പ്രാഥമിക സമിതികൾ 80 സിനിമകൾ വീതം കണ്ടു തീരുമാനിക്കുന്ന 30ഓളം സിനിമകൾ അന്തിമ ജൂറി വിലയിരുത്തിയാണ് അവാർഡ് പ്രഖ്യാപിക്കുക. അവാർഡ് നിർണയ ജൂറി ചെയർമാൻ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ ഹിന്ദി സംവിധായകൻ സുധീർ മിശ്രയാണ്. സംവിധായകൻ പ്രിയനന്ദനൻ, സംവിധായകനും ഛായാഗ്രാഹകനുമായ അഴകപ്പൻ, സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ, നടി ആൻ അഗസ്റ്റിൻ, സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെ മേനോൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോ എന്നിവരും ജൂറി അംഗങ്ങളാണ്. ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയുമായ ഡോക്ടർ ജാനകി ശ്രീധരനാണ് രചനാ വിഭാഗം ജൂറി ചെയർപേഴ്സൺ. ചലച്ചിത്ര നിരൂപകനും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ഡോക്ടർ ജോസ് കെ മാനുവൽ, എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ OK സന്തോഷ്, അക്കാദമി സെക്രട്ടറി സി അജോ എന്നിവരാണ് മറ്റംഗങ്ങൾ. ഇതേസമയം ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലും മികച്ച നടനുള്ള അന്തിമ പട്ടികയിലെത്തിയവരിൽ മമ്മൂട്ടിയുണ്ട്. ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള കാറ്റഗറിയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയാണ് മികച്ച നടനുള്ള പോരാട്ടത്തിൽ ഫൈനൽ റൗണ്ടിൽ പ്രവേശിച്ചത്. തെന്നിന്ത്യൻ താരം ഋഷഭ് ഷെട്ടിയാണ് മമ്മൂട്ടിയുടെ എതിരാളി. കാന്താരയിലെ അഭിനയത്തിലാണ് ഋഷഭ് ഷെട്ടിയെ പരിഗണിക്കുന്നത്. അതേസമയം നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് എന്നീ സിനിമകളുടെ പ്രകടനമാണ് മമ്മൂട്ടിയെ ദേശീയ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിച്ചത്. 3 വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എന്നത് മമ്മൂട്ടിക്ക് ഒരു മേൽക്കൈ നൽകുന്നുണ്ട്. മാത്രമല്ല, നൻപകൽ നേരത്ത് മയക്കത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടി കരസ്ഥമാക്കിയിരുന്നു. ഒരു തവണ കൂടി മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചാൽ മമ്മൂട്ടിയുടെ ദേശീയ പുരസ്കാരങ്ങളുടെ എണ്ണം 4 മാറും. ഒക്ടോബറിലായിരിക്കും പുരസ്കാര വിതരണം. അതേസമയം മികച്ച സിനിമകളുടെ പട്ടികയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കവും ഉണ്ടെന്നാണ് വിവരം. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നൻപകൽ നേരത്ത് മയക്കത്തിന് മികച്ച നടനും മികച്ച സിനിമയ്ക്കുമുള്ള പുരസ്കാര നേട്ടമാണ് സ്വന്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.